കൊളസ്ട്രോളിന്റെ പ്രശ്നം ഇപ്പോൾ വളരെ സാധാരണയായിട്ട് നമ്മളിൽ പലർക്കും കാണാറുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ട് പോകും. ഡോക്ടർ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഭക്ഷണക്രമം പറഞ്ഞു തരും, അതല്ലെങ്കിൽ ചിലർക്ക് മരുന്നുകൾ എഴുതി, നമ്മൾ നേരെ തിരിച്ചു വരും. എന്നാൽ ഞാൻ പറയാം, നിങ്ങൾ ഡോക്ടറോട് 4 കാര്യങ്ങളെക്കുറിച്ച് അങ്ങോട്ട് ചോദിക്കണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ പറഞ്ഞ 4 കാര്യങ്ങൾ എന്ന് വെച്ചാൽ എക്സർസൈസോ ഡയറ്റോ ഒന്നുമല്ല, വേറെ ചില കാര്യങ്ങൾ. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നിങ്ങൾ ചെറുപ്രായക്കാരാണെങ്കിൽ അത് സ്ത്രീയോ പുരുഷനാവട്ടെ, തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രശ്നം കൊണ്ടാണോ എനിക്ക് കൊളസ്ട്രോൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പല ആളുകൾക്കും തൈറോയ്ഡ് ഹോർമോൺ വല്ലാതെ കുറഞ്ഞു പോയാൽ ഹൈപ്പോ തൈറോയിഡിസം വരികയാണെങ്കിൽ കൊളസ്ട്രോൾ കുത്തനെ കൂടാറുണ്ട്. ഇങ്ങനെയുള്ള വ്യക്തികളിൽ തൈറോയിഡിന്റെ ചികിത്സ എടുക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ പലപ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് കുറയും. രണ്ടാമത് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു കാരണം ഭക്ഷണം മാത്രമാണോ അതോ ജനിതകപരമായി നിങ്ങളുടെ ശരീരം തന്നെ ഓവറായിട്ട് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതാണ്. ഈ ചോദ്യത്തിന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ശരീരം തന്നെ കൊളസ്ട്രോൾ ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രവണതയാണ് ഉള്ളതെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് മരുന്ന് ചികിത്സ തന്നെ വേണ്ടിവരും. മൂന്നാമതായിട്ട് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നിങ്ങൾ മരുന്ന് ചികിത്സ തുടങ്ങുകയാണെങ്കിൽ ഈ മരുന്ന് എത്ര കാലം കഴിക്കേണ്ടി വരും എന്നുള്ളതും, മരുന്ന് കാരണം ലിവറിന് വല്ല സൈഡ് എഫക്റ്റ് വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതും നിങ്ങൾ അന്വേഷിക്കണം. പ്രത്യേകിച്ച് പല ആളുകൾക്കും ഫാറ്റി ലിവർ കാരണം ലിവറിൻ്റെ എൻസൈംസ് കൂടി കാണാറുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ കൊളസ്ട്രോൾ മരുന്ന് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കഴിക്കാൻ. നാലാമതായിട്ട് നിങ്ങൾ ഡോക്ടറോട് ചോദിക്കേണ്ട ഒരു പ്രധാന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് കുറേ കാലമായിട്ട് കൊളസ്ട്രോൾ അടിഞ്ഞ് കൂടിയ വ്യക്തികൾക്ക് നമ്മൾ അറിയാതെ സൈലന്റ് ആയിട്ട് ഹാർട്ടിൽ ബ്ലോക്കുകൾ വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഹൃദയത്തിന് സൈലന്റ് ആയിട്ട് വല്ല അപകടവും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യണോ അതോ കൊറോണറി CT കാൽഷ്യം സ്കോറിംഗ് ചെയ്യണോ എന്നുള്ളതും നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ പറഞ്ഞ 4 ചോദ്യങ്ങളും നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകിയേക്കാം. ഒരിക്കലും ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കരുത്.